ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുലാവാണ്. ബ്രൗൺ റൈസ് വെജ് പുലാവ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ റൈസാണ്. ഇതിൽ തവിട് ഒട്ടും തന്നെ കളഞ്ഞിട്ടില്ല. അത് വളരെ ഹെൽത്തിയാണ്. എന്തുകൊണ്ടും വൈറ്റ് റൈസ് കഴിക്കുന്നതിലെല്ലാം വളരെ ഹെൽത്തിയാണ് ഈ ബ്രൗൺ റൈസ് കഴിക്കുകയാണെങ്കിൽ. PCOD തൈറോയിഡ് ഒക്കെ ഉള്ളവർ അരി ആഹാരം വളരെ കുറച്ച് മാത്രമേ കഴിക്കാവുള്ളൂ. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും തന്നെ ഈ തവിട് നീക്കാത്ത റൈസ് കഴിക്കുന്നതാണ് നല്ലത്. അതിനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് കുതിർക്കാനിട്ടിട്ടുണ്ട്. ഒരു കുക്കർ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ചതച്ചതും ഗാർലിക് ചതച്ചതും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ജിഞ്ചറും ഗാർലിക്കും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാളയുടെ പകുതി കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുത്തു. സവാളയൊന്ന് വഴറ്റിയെടുക്കാം. രണ്ട് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, അങ്ങനെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മഷ്റൂം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്തു ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് പനീറാണ്. പനീറും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾ എല്ലാം നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പം പൊടിയുടെ എല്ലാം പച്ചച്ചുവ മാറി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് റൈസാണ് ഞാൻ എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒരു 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ചേർത്ത് 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റൈസ് കുതിർന്ന് വന്നപ്പോൾ ഒരു 1/4 കപ്പ് ആയിട്ടുണ്ട്. 1 മണിക്കൂറോളം ഞാൻ സോക്ക് ചെയ്തായിരുന്നു. റൈസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഓരോ കുക്കറിൻ്റെ പ്രഷർ അനുസരിച്ച് വേവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതായിപ്പോൾ റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നോക്കിക്കേ, റൈസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വെജിറ്റബിൾസും എല്ലാം വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ തുറന്ന് വരുമ്പോൾ. ആ നെയ്യുടെയും വളരെ കുറഞ്ഞ അളവിൽ മസാലയും ഒക്കെ ചേർത്ത് വരുന്ന ഒരു അടിപൊളി പുലാവാണ് കേട്ടോ. കറി ഒന്നും തന്നെ ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈരിൻ്റെ ഒപ്പം കഴിച്ചാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ പുലാവ് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.